കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മുഴുവൻ പ്രതികൾക്കും 20 വർഷം കഠിന തടവ് വിധിച്ച് എറണാകുളം ജില്ലാ കോടതി. പ്രതികളുടെ പ്രായം, ഒന്നാം പ്രതി ഒഴികെ മറ്റു പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി പരമാവധി ശിക്ഷ നൽകേണ്ടതില്ല എന്നും കോടതി പറഞ്ഞു. പ്രതികളുടെ റിമാൻഡ് കാലാവധിയിലെ തടവ് കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. അതിവൈകാരികതയുള്ള കേസാണെങ്കിലും വിധിയിൽ അത് സ്വാധീനിക്കാൻ പാടില്ലെന്നാണ് നീതിന്യായ വ്യവസ്ഥയെന്ന് പറഞ്ഞാണ് കോടതി ശിക്ഷാവിധി പ്രസ്താവിച്ചത്. കൂട്ടബലാത്സംഗത്തിന് മുഴുവൻ പ്രതികൾക്കും 20 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും വിധിച്ചു. ഗൂഢാലോചനയ്ക്കും 20 വർഷം തടവും 50,000 രൂപ പിഴയുമുണ്ട്. തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം കഠിന തടവും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. അന്യായമായി തടവിൽ വെച്ചതിനും 1 വർഷം തടവ്. ഇതിനു പുറമെ ദൃശ്യങ്ങൾ പകർത്തിയതിനും സ്വകാര്യത ലംഘിച്ചതിനും IT ആക്ട് പ്രകാരം സുനിക്ക് 8 വർഷം അധിക തടവും 2 ലക്ഷം രൂപ പിഴയുമുണ്ട്. രണ്ടാം പ്രതി മാർട്ടിന് തെളിവ് നശിപ്പിച്ചതിന് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും കോടതി വിധിച്ചു. ശിക്ഷ ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതിയാകും. വിചാരണാവേളയിൽ ജയിലിൽ കഴിഞ്ഞ കാലയളവ് ആകെ ശിക്ഷാ കാലാവധിയിൽ നിന്ന് കുറച്ചു നൽകുമെന്നും കോടതി വിധിയിലുണ്ട്. പിഴയിൽ നിന്ന് 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണം. അതിജീവിതയുടെ വിവാഹ നിശ്ചയ മോതിരം തിരികെ നൽകാനും കോടതി നിർദ്ദേശിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൈവശമുള്ള മെമ്മറി കാർഡിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയ പെൻഡ്രൈവ് അതിജീവിതയുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരാതെ കൈകാര്യം ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. മീഡിയ 1 കൊച്ചി.